ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. പ്രോട്ടീൻ റിച്ച് ആയ പനീർ കൊണ്ട് നല്ല ടേസ്റ്റിലും കൊതിപ്പിക്കുന്ന മണത്തോടും കൂടിയ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കടായി പനീർ എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ട മസാലക്കൂട്ടങ്ങളാണിത്. മുഴുവൻ മല്ലി 1.5 ടേബിൾ സ്പൂൺ, വറ്റൽമുളക് 3 എണ്ണം, ഞാനിവിടെ കുരു കളഞ്ഞാണ് ഉപയോഗിക്കുന്നത്, അതല്ലാതെയും ഉപയോഗിക്കാം. കുരുമുളക് 1 ടീസ്പൂൺ, ജീരകം 1.5 ടീസ്പൂൺ, ഏലക്ക 3 എണ്ണം, പട്ട 2-3 ചെറിയ പീസസ്, 400 ഗ്രാം പനീർ ക്യൂബ്സായി കട്ട് ചെയ്തത്. അതുപോലെ തന്നെ 2 സവാളയും 1 ക്യാപ്സിക്കവും ക്യൂബ്സായി കട്ട് ചെയ്യുക. പൊടിയായി അരിഞ്ഞ സവാള 1 എണ്ണം, 2 ടൊമാറ്റോ പ്യൂരിയാക്കിയത്, 8 കാഷ്യൂനട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്തതാണിത്. പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ് 3 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണുമാണ് വേണ്ടത്. ഫൈനൽ ടച്ചിനായി ബട്ടറും കസൂരിമേത്തയും അവസാനം ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കടായി ചൂടാകുമ്പോൾ അതിലേക്ക് മസാലക്കൂട്ടങ്ങളിട്ട് ചെറുതായി മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ട് നല്ല ഫൈനായി പൊടിച്ചെടുക്കുക. കടായിൽ 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ചൂടാകുമ്പോൾ ഇതിലേക്ക് പനീർ ആഡ് ചെയ്ത് അതിനെ ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ വറുത്തുകോരി മാറ്റിവെക്കുക. അതിനുശേഷം ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കവും ഇതുപോലെ തന്നെ വറുത്തുകോരി മാറ്റിവെക്കുക. ഇതേ എണ്ണയിലേക്ക് ജീരകം ചേർത്ത് നല്ലൊരു മൂത്ത മണം വന്നു കഴിയുമ്പോൾ കൊത്തിയരിഞ്ഞ സവാള ചേർത്ത് ഗോൾഡൻ ബ്രൗൺ കളറാകും വരെ വഴറ്റിയെടുക്കുക. ഇനി ആഡ് ചെയ്യുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ ടൊമാറ്റോ പ്യൂരിയുമാണ്. രണ്ടിൻ്റെയും പച്ചമണം മാറ്റിയെടുക്കുക. ഈ സമയം പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വറുത്ത് പൊടിച്ച മസാലപ്പൊടി, കാഷ്നട്ട് പേസ്റ്റ്, പിന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള, ക്യാപ്സിക്കം, പനീർ എന്നിവ ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. ഗ്രേവിക്ക് ആവശ്യമായ ഇളം ചൂടുള്ള 2 കപ്പ് വെള്ളവും പാകത്തിനൊപ്പം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ബട്ടറും 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് തീ ഒന്ന് സിമ്മിലേക്ക് ആക്കിയതിന് ശേഷം 2-3 നുള്ളു പഞ്ചസാര ചേർത്തിളക്കുക. ഇത് തികച്ചും ഓപ്ഷണലാണ്. ചേർത്താൽ എല്ലാം ബാലൻസ്ഡായി നല്ലൊരു ടേസ്റ്റ് കിട്ടും. അവസാനമായി ചേർത്ത് കൊടുക്കേണ്ടത് 2 ടീസ്പൂൺ കസൂരിമേത്തിയാണ്. ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്, കാരണം നമ്മുടെ കറിക്ക് ഒരു നല്ലൊരു ഫ്ലേവർ ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള കടായി പനീർ ഇവിടെ റെഡിയാണ്. ഇത് ചപ്പാത്തി, പൊറോട്ട, നാൻ എന്നിവയ്ക്കൊപ്പവും ഫ്രൈഡ് റൈസ്, പുലാവ്, ഗാർലിക് റൈസ് ഇവയുടെ ഒപ്പം കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. ഗാർലിക് റൈസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.